എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ബജാജിൻ്റെ CT100ൻ്റെ ഈ സ്പെഷ്യൽ കളറിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് പ്രോപ്പർ 2024 മോഡലാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ 2023 മോഡലിൻ്റെ വീഡിയോ എടുത്ത് 2024 കഥ പറയുന്നതല്ല. ഇത് പ്രോപ്പർ 2024 മോഡലാണ്. ഞാൻ ഓൾറെഡി തമ്പനെയിലിൽ അതിൻ്റെ ബാർകോഡിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ മെമ്പർ ആവുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബൈക്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി വരുന്ന അപ്ഡേറ്റ്സ് കാണാൻ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണുന്ന ബാർകോഡാണ് കണ്ടതിൽ പ്രോപ്പറായിട്ട് 22/1/2024 എഴുതിയിട്ടുണ്ട്. അത് ഈ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഡേറ്റാണ്. പ്രോപ്പർ 2024 മോഡലിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ മിറർ കാര്യങ്ങളെല്ലാം തന്നെ പുതിയ രീതിയിലുള്ള കുറച്ചുകൂടി വലിപ്പം കൂടിയ ഗ്ലോസി ബ്ലാക്ക് മാറിയിട്ട് ഇപ്പോൾ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള മിറേഴ്സാണ് നമ്മുടെ CT110X മോഡലിന് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ആ മോഡലിലെ മിറർ വരുന്നത്. പിന്നെ അത് കൂടാതെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൻ്റെ വലിപ്പം കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. ഇത് ഇപ്പുറത്തെ സൈഡ് മിററാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വിൻഷീൽഡ് ഒന്നുകൂടി കാണിച്ചതാണ്. വാഹനത്തിൻ്റെ വിൻഷീൽഡ് വരുന്നത് വിൻഷീൽഡ് മെറ്റലാണ് വരുന്നത്. അതിൻ്റെ വലിപ്പം കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ് വരുന്നുണ്ട്. LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട് വാഹനത്തിന്. നമ്മുടെ ബജാജിൻ്റെ പ്ലാറ്റിനെ പോലെ തന്നെ CT100 അതുപോലെ തന്നെ CT110Xനും എപ്പോഴും വാഹനം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വണ്ടിയുടെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും ഹെഡ്ലൈറ്റും പ്രകാശിക്കത്തുള്ളൂ. ഫ്രണ്ട് ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ട് നല്ല യെല്ലോ കളർ പ്രകാശമായിരിക്കും. അതുകൂടാതെ ഒരു പ്രൊട്ടക്ടറും വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഗ്രാഫിക്സ് മാറിയിട്ടുണ്ട്. മാറ്റ് കളറുള്ള ഗ്രാഫിക്സാണ് ഈ പ്രാവശ്യം വരുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഈ പ്രാവശ്യം വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ബാർകോഡ്. പ്രൊഡക്ഷൻ എന്നാണ് ഡേറ്റ് വന്നിരുന്ന ബാർകോഡാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരുന്നത്. പ്രോപ്പറായിട്ട് 22/1 ജനുവരി, അതായത് ജനുവരി 22 മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. അത്യാവശ്യം ഓഫ് റോഡിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു ബൈക്കാണ് CT110X എന്ന് നിങ്ങൾക്കറിയാലോ. വളരെ ലോങ് ആയിട്ട് നല്ല പൊക്കമുള്ള സസ്പെൻഷനാണ് വാഹനത്തിന് വരുന്നത്. ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 125 mm ആണ് വരുന്നത്. അതിൻ്റെ നമുക്ക് എന്താ പറയുക, വാഹനത്തിൻ്റെ സ്റ്റെം ട്യൂബിൻ്റെ സേഫ്റ്റിക്കായിട്ട് സ്ക്രാച്ച് വീഴാണ്ടിരിക്കാണ്ട് ഒരു റബ്ബറിൻ്റെ ബെല്ല് കൂടി രണ്ട് സൈഡിലും നമ്മുടെ CT110Xൻ്റെ പുതിയ മോഡലിൽ ഓൾറെഡി കമ്പനി ഫിറ്റ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ടയറെല്ലാം വരുന്നത് 275/17 സെമി നോബി ടയർ എന്നുള്ള കാറ്റഗറിയിലാണ്. അത് നോബ്സ് സാധാരണ ഓഫ് റോഡിങ് വണ്ടികളിൽ വരുന്ന പോലെ തന്നെ നോബ്സ് വരുന്നുണ്ട്, പക്ഷേ അത്രയും തന്നെ പൊക്കം വരില്ല. അപ്പോൾ നമുക്ക് ഓഫ് റോഡിങ്ങും ഓൺ റോഡിങ്ങും നമുക്കിത് ഈക്വലായിട്ട് രണ്ടും ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. ഫുൾ മെറ്റലായിട്ടുള്ളൊരു ഫ്രണ്ട് മഡ് ഗാർഡ് വാഹനത്തിന് വരുന്നുണ്ട്. 17 ഇഞ്ച് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള നല്ല സ്പോർട്ടി ആയിട്ടുള്ള അലോയ് വീൽസും ഫ്രണ്ട് സൈഡിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബ്രേക്കിംഗ് എല്ലാം തന്നെ പക്കയാണ്. 130 mm ഡ്രം ബ്രേക്സ് വരുന്നുണ്ട്. കൂടാതെ CBS ബ്രേക്കിംഗ് സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ ബ്രേക്കിംഗ് ഫോഴ്സ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വളരെ സേഫായിട്ടും സെക്യൂറായിട്ടും നമുക്ക് വണ്ടി പറയുന്നിടത്ത് ചവിട്ടി നിർത്താനായിട്ട് ഈ CBS ബ്രേക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഫ്രണ്ട് ടയറിൻ്റെ ആ പാറ്റേൺ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് സെമി നോബി ടയർ എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. ഇത് കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ MRFൻ്റെ ആയിരിക്കും ഫ്രണ്ട് നമുക്ക് തരിക. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. നല്ല ലൈഫ് കിട്ടുന്ന ടയറാണ്. അത് കൂടാതെ ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പ്രൊട്ടക്ഷന് മാത്രമായിട്ടുള്ളൊരു ഐറ്റമാണ്. സർക്കുലർ ബെല്ലി പാൻ എന്നാണ് ഈ മോഡലിൻ്റെ പേര് വരുന്നത്. സർക്കുലർ ആയിട്ടുള്ള ബെല്ലി പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് നമ്മുടെ സൈലൻസറിൻ്റെ ട്യൂബും അതുപോലെ തന്നെ എഞ്ചിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതുകൊണ്ട് അടിയൊന്നും പെട്ടെന്ന് ഇന്ത്യൻ റോഡുകളിൽ തട്ടുമൊന്നുമില്ല. പിന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ കൂടാതെ ഫ്രണ്ട് ക്രാഷ് ഗാർഡ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ എക്സ്ട്രാ സ്ട്രോങ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡുകൾ ആണ് നമ്മുടെ CT110Xന് തരുന്നത്. ഫ്രണ്ട് നമ്മുടെ ഒരു കംഫർട്ടിനായിട്ട് റബ്ബറിൻ്റെ ടാങ്ക് പാഡും നമ്മുടെ പെട്രോൾ ടാങ്കിന് വരുന്നുണ്ട്. ടാങ്കിൻ്റെ ഫുൾ കപ്പാസിറ്റി 11 ലിറ്ററാണ്. ഇലക്ട്രോണിക് കാർബറേറ്റർ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ E20 സപ്പോർട്ട് കൂടെ ഉണ്ട്. 20% എത്തനോൾ ഫില്ലായിട്ടുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂലും നമുക്ക് ഈ വാഹനത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇൻ ഫ്യൂച്ചറിൽ. വാഹനത്തിൻ്റെ ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, CT110Xൻ്റെ ഹാൻഡിൽ വളരെ സ്പോർട്ടി ആയിട്ട് നല്ല ലോങ് ആയിട്ടുള്ള ഹാൻഡിലാണ്. നമുക്ക് നല്ല നടുനിവർന്ന് വിശാലമായിട്ട് നിവർന്നിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. എത്ര ലോങ് ആയാലും വലുതായിട്ടൊന്നും നമുക്ക് പുറം വേദന കാര്യങ്ങളൊന്നും എടുക്കില്ല ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ. അത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വാഹനം ഇത്ര പോപ്പുലർ ആവാനും ഇത്ര പോലെ സെയിൽ ഉണ്ടാവാനും ഈ ബജാജ് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള നമ്മുടെ പൾസറിലൊക്കെ വരുന്ന പോലെ തന്നെ സെയിം ടു സെയിം കീ ആണ് ഇപ്പോഴും CT110Xന് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടാം. ഇടത്തെ സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണിൻ്റെ സ്വിച്ച് വരും. അപ്പുറത്തെ സൈഡായിട്ട് തന്നെയാണ് ഇതിൻ്റെ പാസിൻ്റെ ബട്ടൺ കൂടെ വരുന്നത്. ഇനി വലത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുന്ന ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്.
അതിൻ്റെ താഴെയായിട്ട് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. പുതിയ മോഡൽ CT110Xൻ്റെ മിറർ ഫുൾ അനലോഗ് മീറ്ററാണ്. ഇടത്തെ സൈഡിൽ നമുക്ക് സ്പീഡോമീറ്ററും അതുകൂടാതെ ഓഡോമീറ്ററിൻ്റെ കൗണ്ടിങ്ങും കാണിച്ചു തരും. വലത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ ഗേജ് ആണ് വലത്തെ സൈഡിൽ കാണുന്നത്. നല്ല ഇത്തിരി വലിപ്പത്തിലുള്ള ഫ്യൂൽ ഗേജ് വരും. നടുക്ക് ബജാജിൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ LED ന്യൂട്രൽ ലൈറ്റ്, ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്ററിൻ്റെ സൈൻ എല്ലാം തന്നെ കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ സീറ്റ് ഒരു പ്രത്യേകമുള്ള സീറ്റാണ്. നല്ല ലോങ് ആയിട്ടുള്ള ഡബിൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ള സീറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുകൂടാതെ സീറ്റിൻ്റെ സ്പോഞ്ചിന് മുകളിലായിട്ടൊരു പാഡ് കൂടെ വരുന്നത്. നല്ല തിക്കായിട്ടുള്ള പാഡ് കൂടെ ഈ 110Xൻ്റെ സീറ്റിന് വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. നല്ല കുഷനിങ് ആണ്. റോഡിൽ അത്യാവശ്യം ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബാക്കിന് ഫീൽ ചെയ്യില്ല. അതുകൂടാതെ ഒരുപാട് നേരം യാത്ര ചെയ്താൽ പോലും ബാക്ക് ചൂടാവുന്ന പ്രശ്നമൊന്നും ഇതിന് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു ക്യാരിയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ സ്പെഷ്യലായിട്ടൊരു റിയർ ക്യാരിയർ നമുക്ക് വാഹനത്തിന് കമ്പനി ഓൾറെഡി തരുന്നുണ്ട്. കുറച്ച് നല്ല ഒരു അത്യാവശ്യം നല്ല ലോഡൊക്കെ ഈ വാഹനത്തിൻ്റെ ഈ ക്യാരിയർ താങ്ങിക്കോളും. സ്പ്ലെൻഡറിനേക്കാളും കുറച്ചുകൂടിയും സ്ട്രോങ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള നല്ല വീതിയുള്ള നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ക്യാരിയറാണ് നമുക്ക് ഈ CT110Xന് കിട്ടുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ ശേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 115 cc ആണ് വണ്ടിയുടെ കപ്പാസിറ്റി വരുന്നത്. CT110X ആണെങ്കിലും 110 ആണെങ്കിലും 115 cc വാഹനത്തിന് വരുന്നുണ്ട്. 8.6 bhp പവർ വരും. 9.8 Nm ടോർക്ക് വരുന്നുണ്ട്. 0 100 എത്താനായിട്ട് വെറും 8 സെക്കൻഡ് മാത്രം മതി. ടോപ്പ് സ്പീഡ് 90 km/h ആണ്. ഇലക്ട്രോണിക് കാർബറേറ്റർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്ന. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒന്നും തന്നെ വാഹനത്തിന് വരുന്നില്ല. സിംഗിൾ സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്. റിസർവ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫ്യൂൽ ടാപ്പ് എല്ലാം വരുന്നുണ്ട്. വാഹനത്തിൻ്റെ മൈലേജ് ഒരു 70-നും 75-നും ആ ഒരു റേഞ്ചിലാണ് വാഹനത്തിൻ്റെ മൈലേജ് വരുന്നത്. ഡ്രൈ ക്ലച്ച് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമ്മുടെ ബൈക്കിന് വന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറൂടെ വാഹനത്തിന് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ആ സെൻസർ വർക്ക് ചെയ്യും. അപ്പോൾ വണ്ടി നമുക്ക് സേഫായിട്ട് പണ്ടത്തെ പോലെ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി നടക്കില്ല. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രം വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. വാഹനത്തിൻ്റെ ചെയിൻ കവർ വരുന്നത് ഫുൾ മെറ്റലാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ബാക്കി എല്ലാത്തിൻ്റെയും ഫൈബർ ആണ് വരുന്നത്. ഈ നമ്മുടെ ഈ വണ്ടിക്ക് ഫുൾ മെറ്റൽ ചെയിൻ കവറാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ബാക്ക് സൈഡ് സസ്പെൻഷനാണ്. എല്ലാ വണ്ടിക്കും സിംഗിൾ സ്പ്രിങ് വരുമ്പോൾ ഇതിന് ഡ്യുവൽ സ്പ്രിങ് ആണ് ബാക്ക് സസ്പെൻഷൻ വരുന്നത്. കൂടാതെ ബാക്ക് സൈഡ് സസ്പെൻഷൻ്റെ പോയിൻറ്റ്, ആ സ്പ്രിങ്ങുകളുടെ ടെൻഷൻ നമുക്ക് 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ തേർഡ് ഫുട്ട് റെസ്റ്റ് കൂടെ വരുന്നുണ്ട്. അതായത് സാരി ഗാർഡ് വരില്ലേ, സാരി ഗാർഡിനും അഡീഷണൽ ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട്. ഫുട്ട് റെസ്റ്റും നല്ല നീളമുള്ള ഫുട്ട് റെസ്റ്റാണ് ബാക്ക് സൈഡിലെ കാര്യമാണ് പറയുന്നത്. അത് കൂടാതെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ സൈലൻസറിൻ്റെ മോൾ ഭാഗം വരില്ലേ, സൈലൻസറിൻ്റെ മോൾ ഭാഗത്തും അഡീഷണൽ ആയിട്ടൊരു ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു വണ്ടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ കാലങ്ങാടും ഒന്ന് ഒതുക്കി വെച്ച് നിവർത്തി വെച്ച് അല്ലെങ്കിൽ ചരിച്ച് വെച്ചൊക്കെ ഇരിക്കണമെങ്കിൽ ഈ ഒരു ഫുട്ട് റെസ്റ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലോങ് ട്രാവലിനൊക്കെ. ബാക്ക് സൈഡ് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. ഹാലജൻ ബൾബ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ബാക്ക് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ്, റിഫ്ലക്ടർ, ഹസാർഡ് റിഫ്ലക്ടർ എല്ലാം തന്നെ നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറും സെയിം നമ്മുടെ ഫ്രണ്ടിലെ പോലെ തന്നെ സെയിം ടു സെയിം ടയറാണ് ബാക്ക് സൈഡും വരുന്നത്. 317 ഇത്തിരി വീതിയുടെ ടയറാണ് ബാക്ക് സൈഡ് വന്നത്. സെമിനോബി പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽ ബാക്കിൽ വരുന്നുണ്ട്. 130 mm ഡ്രം ബ്രേക്സ് നമുക്ക് തരുന്നുണ്ട്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട്, അതായത് CBS ബ്രേക്കിംഗ് സപ്പോർട്ടും ബാക്ക് സൈഡ് നമ്മുടെ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ എടുത്ത് പറയാവുന്ന ഫീച്ചേഴ്സ്. പിന്നെ സൈലൻസർ നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ് നമ്മുടെ ഈ പുതിയ മോഡൽ സൈലൻസറിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഉടനെ ഒരു റൈഡ് റിവ്യൂ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞുതരാം. സൈലൻസറിൻ്റെ ഷീൽഡ് വരുന്നത് നല്ല സിൽവർ കളറിലുള്ള ഷീൽഡാണ്. ആദ്യം ക്രോമായിരുന്നു, ഇപ്പോൾ നല്ല സിൽവർ കളറിലുള്ള ഷീൽഡാണ് പുതിയ മോഡൽ വരുന്നത്. 2 ബോൾട്ടിങ്ങും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് ക്ലച്ച് കവർ, അതുപോലെ തന്നെ കിക്കർ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ക്ലച്ച് കവർ. കിക്കർ വരുന്നതാണ്. കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും ഓൾറെഡി അവൈലബിൾ ആണ്. ബ്രേക്ക് പെഡലും അഡീഷണൽ ഒരു റബ്ബറിൻ്റെ ഒരു ഗാർഡ് ഓൾറെഡി ഇൻബിൽറ്റ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സെൽഫ് മോട്ടറാണ് ഈ തൊട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഓയിൽ ലെവലൊക്കെയുള്ള സ്റ്റിക്ക്, ഓയിൽ ഗേജ്, അത് ക്ലച്ചിൻ്റെ പാർട്സാണ്. ഇതാണ് ഇലക്ട്രോണിക് കാർബറേറ്റർ എന്ന് പറയുന്നത്. അതായത് നോർമൽ കാർബറേറ്റർ തന്നെ അതിന് ഒരു സെൻസർ കൂടെ അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ പൾസറിനൊക്കെ പോലെ നമുക്ക് സ്ലോ സ്പീഡ് നമുക്ക് തന്നെ ആവശ്യമുള്ള അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സെൻസർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മിനിമം ഫ്യൂല് മതി. ഒരു 30 രൂപ പെട്രോൾ അല്ലെങ്കിൽ ഒരു 50 രൂപ പെട്രോൾ ആണെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാൻ നമുക്കത് ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്നതാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾറെഡി പ്ലാറ്റിന പുതിയ മോഡലും വരുന്നുണ്ട്. ഇത് E20 സപ്പോർട്ടായിട്ടുള്ള എഞ്ചിനാണ്. അതുകൂടാതെ OBD2 സെൻസറും ഓൾറെഡി നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ വരുന്നുണ്ട്. ആ എഞ്ചിൻ ഗാർഡിൻ്റെ സപ്പോർട്ട് 2 സൈഡിലും വരുന്നുണ്ട്. സെയിം ടു സെയിം ക്രാഷ് ഗാർഡും 2 സൈഡിലും ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഹോണാണ് നമ്മുടെ വണ്ടിയിൽ ലഭിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്തുകൊണ്ട് CT110X എടുക്കണം. ഇപ്പോൾ നിങ്ങളൊരു സ്പ്ലെൻഡർ അല്ലെങ്കിൽ ഒരു CD Deluxe അല്ലെങ്കിൽ CD100 SS
അല്ലെങ്കിൽ പോട്ടെ ഒരു പാഷൻ പ്രോ ഒക്കെ പഴയ മോഡൽ ഓടിച്ചു നടക്കുന്ന ആളാണ്, ഒരു ചേഞ്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ CT110X നല്ലൊരു ചോയ്സാണ്. കാരണം ഇതൊരു മറ്റൊരു കാറ്റഗറി വണ്ടിയാണ്. ഈ മോഡൽ വണ്ടി ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 1,01,10,000 റേഞ്ചിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടയേഴ്സ് എല്ലാം ഒരു ഇന്ന ടയർ തന്നെയുണ്ട്. പിന്നെ അത് കൂടാതെ എൻജിൻ പവർ നല്ല പവറുണ്ട്. വെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് തേർഡിലേക്ക് തുടങ്ങുമ്പോൾ ഫുൾ പവർ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത്യാവശ്യം ഒരു 68-70 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വണ്ടിയായിട്ട് ചെന്നാൽ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യും, അതിനൊന്നും യാതൊരു വ്യത്യാസവും എന്താ പറയുക ഒരു കുഴപ്പമില്ല. പിന്നെ ഈ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ബജാജിൻ്റെ ഷോറൂമിൽ തന്നെ ചെയ്താൽ മതി. ഓയിൽ കാര്യങ്ങളെല്ലാം സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്താൽ അത്രയും നല്ലത്. പീരിയോഡിക്കായിട്ട് കറക്റ്റായിട്ട് സർവീസ് ചെയ്യുക. പിന്നെ നമ്മുടെ കേരളത്തിൽ കൂടുതലും മണ്ണ് ചിലയൊക്കെ പറ്റുന്ന സ്ഥലങ്ങളായതുകൊണ്ട് മിനിമം ഒരു 2 ആഴ്ച കൂടുമെങ്കിലും ഒരു 150 രൂപ കൊടുത്ത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി വാഷ് ചെയ്താൽ വളരെ അടിപൊളിയായിരിക്കും. കാരണം അപ്പോൾ മെറ്റൽ പാർട്സിലേക്കൊക്കെ ചെളി എന്താ പറയുക അഴുക്കൊന്നും അടിച്ച് കയറാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്